3, 2, 1. എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റിനെ തുടർന്ന് തലയ്ക്കോ നട്ടലിനോ ഗുരുതരമായി പരിക്കേറ്റ രോഗിയെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പരിചരിക്കുന്നതെന്ന്. നമുക്കിന്ന് അതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. എൻ്റെ പേര് ഡോക്ടർ രാജീവ്. എൻ്റെ പേര് ഡോക്ടർ അരുൺ. ഞാൻ ഡോക്ടർ ശ്രീനാഥ്. എന്താണ് ഡോക്ടർ അരുൺ ഈ ഗോൾഡൻ അവർ ഇൻ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗോൾഡൻ അവർ ഇൻ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അത്യാഹിതം, അതിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ട്രോമ ആയിരിക്കാം, റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾ ഫ്രം ഹൈറ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള എന്ത് ട്രോമയാണെങ്കിലും അത് എപ്പോഴാണോ സംഭവിച്ചത് അത് തൊട്ട് നെക്സ്റ്റ് 1 അവർ, അതിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നത്. ഇത് ആ രോഗിയുടെ നമ്മൾ റെസിസ്റ്റേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിന് തുടർന്നുണ്ടാകുന്ന മോർബിഡിറ്റി കുറയ്ക്കുന്നതിനും സർവൈവൽ ചാൻസ് കൂട്ടുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. ഇനി ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒരു റോഡിൽ വെച്ച് നടന്ന ഒരു പരിക്കേറ്റ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. എമർജൻസിയിൽ എത്തുന്ന സമയത്ത് തൊട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഹൗ ഡു വി ടേക്ക് കെയർ ഓഫ് സച്ച് എ പേഷ്യൻറ്റ്? പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് എന്നുപരി ഇതൊരു ടീം വർക്കിലൂടെയാണ് നമ്മൾ ആ പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ തന്നെ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ് ഓൾറെഡി ഉണ്ടാവും. അതുപോലെ തന്നെ ആ പേഷ്യൻറ്റിനെ നമ്മൾ നോക്കുന്നതിന് ഒരു പ്രത്യേക അപ്രോച്ചുണ്ട്. അതിന് നമ്മൾ പ്രൈമറി സർവേ എന്നാണ് പറയുന്നത്. അതിനകത്ത് ABCDE എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞു പോകുന്നത്. ഇതിനകത്ത് എയർവേ വിത്ത് സി സ്പൈൻ സ്റ്റെബിലൈസേഷൻ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, എക്സ്പോഷർ, ഈ പല തലത്തിൽ വരുന്ന പല വൈറ്റൽസാണ് പേഷ്യൻസിനെ നമ്മൾ ആദ്യം നോക്കുന്നത്. ആ ക്ലിനിക്കലി കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുക. ഇതിൽ എമർജൻസി ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസ്, സ്പൈൻ ഇഞ്ചുറീസ്, അതുപോലെ ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ ഇഞ്ചുറീസ്, പെൽവിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് വേണ്ടി ചിലപ്പോൾ എടുക്കേണ്ടിയൊക്കെ വരാം. ഇതാണ് നമ്മൾ തുടക്കത്തിൽ ആദ്യം എമർജൻസിയിൽ ചെയ്യുന്നത്. തുടർന്ന് അവിടെ നിന്ന് ഒരു ചെയിൻ ഓഫ് ഡോക്ടേഴ്സ്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂറോ സർജൻസ് ആണ്, അതിനോടൊപ്പം തന്നെയാണ് ഓർത്തോപീഡീഷ്യൻസും സർജൻസും കൂടെ ചേർന്ന് ഒരു ടീം വർക്കിലൂടെയാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ സർവൈവ് ചെയ്യിപ്പിക്കാൻ, രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. സോ ഇതാണ് ഒരു ബേസിക്കലി ഒരു ട്രോമ പേഷ്യൻറ്റ് നമ്മുടെ എമർജൻസിയിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പൈൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ മിൽസ് എന്ന് പറഞ്ഞൊരു മാനുവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരാൾ സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ സീ കോളർ, നമ്മൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, സീ കോളർ നമ്മൾ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്പൈൻ ബോർഡ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ എമർജൻസി ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് കൊടുക്കുന്നു വരാം. ഇതൊക്കെയാണ് നമ്മൾ എമർജൻസി എന്ന് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ്, ഒരു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആൾക്കാർ വെന്റിലേറ്ററിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. എപ്പോഴാണ് നമ്മളൊരു രോഗിയെ ഇതുപോലെ അപകടം കഴിഞ്ഞ് വരാൻ നേരത്ത് ഇൻറ്റുബേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ വെന്റിലേറ്ററാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എമർജൻസിയിൽ നിന്ന് തീരുമാനിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അപ്രോച്ചിലൂടെ നമ്മൾ ഡിസബിലിറ്റിയിനകത്ത് നമ്മളൊരു സ്കോറിംഗ് സിസ്റ്റമാണ് നോക്കുന്നത്. GCS എന്ന് പറയുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റം. ഇത് തലച്ചോറുമായിട്ടാണ് നമ്മൾ ബന്ധിച്ചിരിക്കുന്നത്. അത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ നോർമലി സ്കോർ ചെയ്യുന്നത് 15 വരെയാണ്. അതിനകത്ത് ഒരു 8 അല്ലെങ്കിൽ 8 താഴേക്കുള്ള പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ നമ്മൾ വെന്റിലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ഇതിനോട് വേണ്ടി മാത്രമല്ല, മാക്സിലോഫേഷ്യൽ ഇഞ്ചുറി, അതായത് നമ്മളെ മുഖത്ത് വരുന്ന ഒരുപാടുള്ള ഇഞ്ചുറീസ്, എയർവേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ശ്വാസം എടുക്കുന്ന വഴികൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബ്ലഡോ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ട്രോമയിൽ വരുമ്പോൾ നമ്മൾ വോമിറ്റിംഗ് ഒക്കെ ആസ്പിറേറ്റ് ആവാതിരിക്കാനും നമ്മൾ വെന്റിലേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ GCS ഡ്രോപ്പ് വരുമ്പോഴും വെന്റിലേറ്റ് ചെയ്യാറുണ്ട്. സോ അപ്പം നമ്മൾ വെന്റിലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ചിലപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു ധാരണ പേഷ്യൻ്റ് മരിച്ചു പോവോ എന്നുള്ളൊരവസ്ഥയിൽ പല ആൾക്കാരും നമ്മളത് ചോദിച്ച് കാണാറുണ്ട്. ബേസിക്കലി അത് നമ്മൾ തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. വെന്റിലേഷൻ നമ്മൾ പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, പേഷ്യൻ്റെ ഓക്സിജൻ ലെവൽ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്. അതൊരു മെഷീൻ വെച്ച് നമ്മൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർ ആരോൺ പറഞ്ഞല്ലോ, അതായത് GCSനെ പറ്റി എന്താണ് ഡോക്ടർ ശ്രീനാഥ് ഈ GCS എന്ന് പറഞ്ഞാൽ? നമ്മളത് എങ്ങനെയാണ് തലച്ചോറിന് പരിക്ക് പറ്റിയ ഒരാളെ നമ്മൾ അത് വെച്ച് എങ്ങനെയാണ് അസസ് ചെയ്യാൻ കഴിയുന്നത്? ബേസിക്കലി ഒരു അൺകോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിനാണ് നമ്മളിപ്പോൾ ഇവിടെ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രോമ നടന്ന ഒരു സിറ്റുവേഷനിൽ പേഷ്യൻ്റ് പലപ്പോഴും അബോധാവസ്ഥയിലായിരിക്കും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനെയുള്ളൊരു പേഷ്യൻറ്റിൽ അവരുടെ ഒരു സ്കോറിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് പലപ്പോഴും അവരുടെ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ്. ആ റെസ്പോൺസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് 3 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്.
ഒന്ന്, പേഷ്യൻ്റ് കണ്ണ് തുറക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. രണ്ടാമത്, പേഷ്യൻ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ചെന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. മൂന്നാമത്തതാണ് കൈയുടെയും കാലിൻ്റെയും ചലനം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഈ 3 കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്കോർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് ടോട്ടൽ സ്കോർ ശരിക്കും 15ആണ്. അതായത് കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ഉണർന്നിരുന്ന് സംസാരിച്ച് എല്ലാം ചെയ്യുന്ന ഒരാളിന്, നടക്കുന്ന ഒരാളിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 15ൽ 15 ആയിരിക്കും. എന്നാൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്ന പേഷ്യൻറ്റിന് പലപ്പോഴും അവരുടെ കോൺഷ്യസ് ലെവലിൽ പലപ്പോഴും മാറിയും തിരിഞ്ഞും നിൽക്കാം. അപ്പോൾ 8 എന്ന് പറയുന്ന ഒരു സ്കോറോ അതിന് താഴെയോ വരുന്ന പേഷ്യൻസിനാണ് പലപ്പോഴും നമുക്ക് വെന്റിലേറ്ററിലേക്ക് ആക്കേണ്ട ആവശ്യം ന്യൂറോ സർജറിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നത്. ഡോക്ടർ രാജീവ്, ഒരു ന്യൂറോ സർജറി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ഈ സി സ്പൈൻ സ്റ്റെബിലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഈ സി സ്പൈൻ സ്റ്റെബിലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, സെക്കൻഡറി ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു അപകടം നടന്നേ തുടർന്ന് ആ പേഷ്യൻറ്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ അകത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെ എന്ത് ചെയ്യാൻ നേരത്തും ഒരു സ്പൈനൽ ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അശ്രദ്ധ മൂലം വീണ്ടും അത് കഴുത്ത് മടങ്ങാൻ നേരത്തോ നടുമടക്കാൻ നേരത്തോ വീണ്ടും ആ സ്പൈനൽ സൂക്ഷ്മനാഡിയിൽ വന്ന് കംപ്രഷൻ ഉണ്ടാവുകയും അതുവഴി ആൾക്ക് കംപ്ലീറ്റ്ലി വീക്ക്നെസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സ്പൈനൽ കോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷതം ഒന്ന് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് റിക്കവറി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡറി ഇഞ്ചറി, അതായത് ദീർഘനാളത്തേക്ക് വൈകല്യങ്ങൾ വരുന്ന സംഭവങ്ങൾ നമുക്ക് സ്പൈൻ സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത് വഴി നമുക്കത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിനത്ര ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. ഓക്കെ ഡോക്ടർ ശ്രീനാഥ്, നമ്മുടെ ഈ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറീസിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാതെ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ചികിത്സയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? അതായത് നമ്മളൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു പേഷ്യൻസിൽ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗം പേഷ്യൻസിനും സർജറി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകാറില്ല. പലപ്പോഴും അത് ആക്സിഡൻറ്റിൻ്റെ വെലോസിറ്റി, അതായത് എത്ര സ്പീഡിലാണ് അവരുടെ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത്, ഏത് രീതിയിലുള്ള ഒരു ഇഞ്ചുറിയാണ് വന്നേക്കുന്നത്, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പേഷ്യൻറ്റിന് എത്രത്തോളം ഇഞ്ചുറി ഉണ്ടെന്ന് വരുന്നത്. അപ്പോൾ മിക്ക പേഷ്യൻസും പലപ്പോഴും ബൈക്കിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ കാറ് തമ്മിലിടിക്കുക, ഒരു ചെറിയ വെലോസിറ്റിയിൽ വലിയ സ്പീഡിൽ പോകാത്ത രീതിയിലുണ്ടാകുന്ന ആക്സിഡൻസിൽ പലപ്പോഴും പേഷ്യൻസിന് വലിയ രീതിയിലുള്ള തലയ്ക്കുള്ളിൽ ഇഞ്ചുറീസ് ഉണ്ടാവാറില്ല. എന്നിരുന്നാൽ പോലും ചെറിയൊരു ബ്ലീഡിങ് ആണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതായത് പലപ്പോഴും നമ്മൾ പേഷ്യൻ്റ് വന്ന സമയത്ത് എടുക്കുന്ന ഇവാലുവേഷൻ, എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സ്കാനിനകത്ത് കാണുന്ന ഒരു ഫൈൻഡിങ്സ് അത് അതേപോലെ തന്നെ മുന്നോട്ടും നിലനിൽക്കണമെന്നില്ല. അതായത് ചിലപ്പോൾ ആ ഒരു ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം തലയ്ക്കുള്ളിൽ. അപ്പോൾ ആദ്യത്തെ എടുക്കുന്ന സ്കാനിനകത്ത് കാണുമ്പോൾ ചെറിയൊരു ബ്ലീഡ് ആണെന്ന് വെച്ച് പക്ഷേ പേഷ്യൻറ്റ് ചിലപ്പോൾ മുന്നോട്ട് പോകുന്നവരും ബ്ലീഡിങ് കൂടി വരാം. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പേഷ്യൻറ്റ് ചിലപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോകാനും കോമ സ്റ്റേജിലോട്ട് പോകാനും അങ്ങനെയുള്ള പേഷ്യൻസിന് ചിലപ്പോൾ സർജറിയുടെ ആവശ്യം വന്നേക്കാം. എന്നിരുന്നാൽ മിക്ക പേഷ്യൻസിനും അതായത് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിന് പലപ്പോഴും ഉണ്ടാകുന്ന ഇഞ്ചുറീസ് എന്ന് പറയുന്നത് തലയോട്ടിയിലുണ്ടാകുന്ന പൊട്ടലുകൾ, അത് കാരണം തലയോട്ടിക്കും തലച്ചോറിൻ്റെ കവറിങ്ങിനും പുറത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ്, എക്സ്ട്രാഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. അല്ലെങ്കിൽ തലച്ചോറിൻ്റെ കവറിങ്ങിനും തലച്ചോറിനും ഇടയ്ക്കുണ്ടാകുന്ന ബ്ലീഡിങ്, സബ്ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയും. ഇത് ഒന്നും അല്ലെങ്കിൽ തലച്ചോറിൻ്റെക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്, അത് ഒന്നിലെ ചതവായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയും, അല്ലെങ്കിൽ കൺഡ്യൂഷൻസ്, അതാണ് ചതവ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാകും. ചെറിയ രീതിയിലുള്ള പരിക്കുകൾ പലപ്പോഴും മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്ത്, അതായത് ബ്ലീഡിങ് കൂടാതിരിക്കാനും ഇത് കാരണം തലച്ചോറിലുണ്ടാകുന്ന നീര് ഒഴിവാക്കാനുള്ള ചികിത്സയായിരിക്കും പലപ്പോഴും ആവശ്യം. എന്നിരുന്നാൽ പോലും ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്ന തലയോട്ടിക്കുള്ളിലേക്ക് ഇഞ്ചുറി ഉണ്ടാകുന്ന മിക്ക പേഷ്യൻസിനും ഒരു 24 മണിക്കൂറത്തേക്ക് അറ്റ്ലീസ്റ്റ് ഒരു ന്യൂറോ ഇൻറ്റൻസീവ് കെയർ മോണിറ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതുപോലെ സമയം മുന്നോട്ട് പോകുന്തോറും ചിലപ്പോൾ ബ്ലീഡിങ് കൂടാം, നീര് വയ്ക്കാം. അങ്ങനെ വരുമ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ മോശമായി വരാം. അങ്ങനെയുള്ള പേഷ്യൻസിന് തിരിച്ച് വീട്ടിൽ പോകുന്ന സിറ്റുവേഷൻ പറയുമ്പോൾ വളരെ റിസ്ക്കിയാണ്. അത് പലപ്പോഴും ചില പേഷ്യൻസിന് അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് എപ്പോഴും നമ്മളൊരു ഫസ്റ്റ് 24 hours ഹോസ്പിറ്റലിൽ ഒബ്സർവേഷൻ വേണമെന്ന് പറയുന്നത്. ഡോക്ടർ രാജീവ്, നമ്മൾ പലപ്പോഴും പേഷ്യൻസിനോട് പറയാറുണ്ട് നമ്മൾ തലച്ചോറിൽ സർജറി ചെയ്യണം എന്നുള്ളത്. എപ്പോഴാണ് നിങ്ങളൊരു പേഷ്യൻറ്റിനെ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? പലപ്പോഴും തലയോട്ടി തുറന്നുള്ള സർജറികൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ തലയോട്ടി തുറക്കുകയും അതിനകത്തു നിന്നുള്ള ബ്ലീഡ് എടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് തീരുമാനിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കോഴ്സിൽ ആ തലയോട്ടിക്കുള്ളിൽ വന്നേക്കുന്ന ബ്ലീഡിങ്, അപകടത്തെ തുടർന്ന് ഉണ്ടാകുന്ന ബ്ലീഡിങ് കൂടുന്നുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ കൂടാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ തലച്ചോറിന് പെർമനൻ്റായിട്ട് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ, അത് നമുക്ക് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സ്കാൻ വെച്ചും അതേപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ അസസ്മെൻറ്റ്, നമ്മൾ ആദ്യം പറഞ്ഞ GCSനകത്ത് ഡ്രോപ്പ് വരിക എന്നുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്ന സർജറി വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കറക്റ്റുള്ള ആ സമയത്തിന് നമ്മളത് സർജറി ചെയ്താൽ മാത്രമേ നമുക്കതിനകത്ത് പേഷ്യൻറ്റിനെ
നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഗോൾഡൻ അവറിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ ബ്രെയിനിന് വരുന്ന ഡാമേജ് പെർമനൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉടൻ തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരിക്കുന്നതാണ്. ഡോക്ടർ ശ്രീനാഥ്, നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികളെക്കുറിച്ച് സംസാരിച്ചു, നമ്മൾ ഓപ്പറേഷൻ ചെയ്യാതെ പോകുന്ന രോഗികളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഈ ഒരു ബ്രെയിനിൽ ഇഞ്ചുറി ഉള്ള വ്യക്തികൾ ഓപ്പറേഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരുടെ മുന്നോട്ടുള്ള ലൈഫിനെ അവരെങ്ങനെയാണ് ബാധിക്കുക? അത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് തലച്ചോറിൽ ഏത് ഭാഗത്താണ് അതിന് ഇഞ്ചുറി വന്നേക്കുന്നത്, അല്ലെങ്കിൽ സ്പൈനിൽ എവിടെ ഏത് രീതിയിലുള്ള ഇഞ്ചുറിയാണ് വന്നേക്കുന്നത്. ചില പേഷ്യൻസിൽ ഉണ്ടാകുന്ന ഈ ചതവെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അത് പതിയെ കാലം കൊണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ആയി വരും. പലപ്പോഴും ഒരു നല്ല രീതിയിലുള്ള റിക്കവറി പേഷ്യൻസിന് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ തലച്ചോറിനുള്ളിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ചതവ്, ചില സമയത്ത് തലച്ചോറിൻ്റെ സ്കാനിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് പലപ്പോഴും സ്കാനിലൊന്നും മേജറായിട്ടുള്ളൊന്നും പ്രോബ്ലംസ് കാണത്തില്ല. പക്ഷേ പേഷ്യൻ്റ് ചിലപ്പോൾ കോമ സ്റ്റേജിലായിരിക്കാം. അങ്ങനത്തെ സിറ്റുവേഷൻസും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഓരോ കണ്ടീഷൻ്റെയും സിവിയറിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റിക്കവറി ഡിസൈഡ് ചെയ്യുന്നത്. അത് ഓരോ ഏരിയയ്ക്കും അതിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ചില പേഷ്യൻസ് ഒരേപോലെയുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്ന 2 പേഷ്യൻസ് ഒരേപോലെ ആയിരിക്കണം റിക്കവറി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടാകുന്ന ബ്ലീഡിങ് എപ്പോഴും, അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഇഞ്ചുറിയോ ഒരേ സെയിം ഇൻറ്റൻസിറ്റിയിലായിരിക്കത്തില്ല. മനസ്സിലായില്ലേ? പുറമേ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് മാത്രമായിരിക്കില്ല പലപ്പോഴും, അപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഡാമേജ് ചിലപ്പോൾ ഫെർദർ ആയിരിക്കും. അതിനനുസരിച്ച് റിക്കവറി ഇറ്റ് ടേക്സ് ടൈം. സംടൈംസ് പേഷ്യൻസ് റിക്കവർ വെരി ഫാസ്റ്റ്. പക്ഷേ എല്ലാ പേഷ്യൻറ്റും ഒരേപോലെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനോ, അല്ലെങ്കിൽ നേരത്തെ ഇന്ന് കാണുന്നതനുസരിച്ച് എനിക്ക് അടുത്ത 1-2 ആഴ്ചയ്ക്കുള്ളിൽ പേഷ്യൻ്റ് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്നുള്ളത് ഒരൊറ്റ ദിവസം നോക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഓൺ ഡെയിലി ബേസിസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി നോക്കി വേണം അവരുടെ ഇത് അസസ് ചെയ്യാനും, അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ അതിനനുസരിച്ച് കൊടുക്കാനും. റീഹാബിലിറ്റേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഡോക്ടർ രാജീവ്, നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് യങ് പേഷ്യൻസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ്, ചെറിയ ഏജിൽ തന്നെ ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ കിടപ്പിലായവർ, അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോയവർ. അവിടെയൊക്കെ നമുക്ക് ഈ ന്യൂറോ റിഹാബിൻ്റെ ഒരു പ്രസക്തി എന്താണ്? വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത്. അതായത് ന്യൂറോ സർജറി ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ വലുതായിട്ടുള്ള പ്രസക്തിയാണ് നമുക്ക് ഈ ന്യൂറോ റീഹാബിലിറ്റേഷൻ കൊടുക്കാനായിട്ടുള്ളത്. കാരണം തലച്ചോറിന് വരുന്ന ഡാമേജ് പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്നുള്ളത് സമയം കൊണ്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനം ചിലപ്പം ഒരു ഭാഗത്തുള്ള തലച്ചോറുകൾ അഫക്റ്റഡ് ആയിട്ടുണ്ട്, തിരിച്ചു വരത്തില്ല എങ്കിൽ തന്നെ അതേ ആ പ്രവർത്തനം തൊട്ടടുത്തുള്ള ഞരമ്പുകൾക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയും. അതിനാണ് സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മോഡിഫൈ അല്ലെങ്കിൽ നർച്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ ചെയ്യുന്നത്. അതും ഈ കറക്റ്റ് സമയത്തിന് നമ്മളത് ചെയ്തില്ല എങ്കിൽ ആ അടുത്തുള്ള ഞരമ്പുകൾ ആ ഫംഗ്ഷൻ ഏറ്റെടുക്കത്തില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കൈയും കാലും അനക്കുന്നതിനകത്ത് ഇടത്തെ സൈഡിലെ തലച്ചോറിന്, വലത്തെ കൈയിലെ അനക്കുന്നത് ഇടത്തെ തലച്ചോറിന് പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഞരമ്പുകൾ വഴി ആ കൈ അനക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് പക്ഷേ കറക്റ്റ് ആ ടൈം ഫ്രെയിമിൽ ആദ്യത്തെ ഒരു 6 മാസം 1 വർഷത്തിനുള്ളിൽ നമ്മളത് ചെയ്തില്ല എങ്കിൽ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയില്ലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളെ നമ്മൾ നടക്കാൻ തുടങ്ങുന്ന സമയം 6 മാസമാകുമ്പോൾ കുട്ടികൾ ഇരിക്കുമെങ്കിൽ 1 വയസ്സാകുമ്പോൾ നടക്കും. ആ 6 മാസത്തിനിടയിൽ നമ്മളത് ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് നടക്കുന്നത്. നമ്മൾ നടത്താതെ ഇരിക്കുകയാണെങ്കിൽ ആ കൊച്ചിന് ഒരിക്കലും നടക്കാനായിട്ട് കഴിയത്തില്ല. അതേപോലെ തന്നെ ജനിച്ച ഉടനെ കൊച്ചിൻ്റെ കണ്ണ് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഒരിക്കലും ആ കൊച്ചിന് കാണാൻ പോലും കഴിയത്തില്ല. കാരണം അത് ആ നെർവസ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്ന അനുസരിച്ചാണ് ആ കഴിവ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് റീഹാബിലിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയിൽ, അതേപോലെ തന്നെ ട്രോമാറ്റിക് സ്പൈൻ ഇഞ്ചുറിയിൽ. ഇങ്ങനെ നമുക്കൊരു ട്രോമയിൽ വരുന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നാണോ ആ അപകടം സംഭവിക്കുന്നത് ആ സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈമറി കെയർ തൊട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂറോ സർജറിൻസ്, ഓർത്തോപീഡീഷ്യൻസ്, ജനറൽ സർജൻസ്, ഇവരെല്ലാവരും ചേർന്ന്, അതുപോലെ തന്നെ റീഹാബിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ടീം വർക്കിലൂടെ മാത്രമേ ഇവരെ നമുക്ക് തിരിച്ചൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു അപകടം ആരെയും തേടി വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നിരുന്നാലും അങ്ങനെ ആരെയെങ്കിലും നമുക്കങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെർഷറി കെയർ സെൻറ്ററിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.